കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിൽ അച്ഛൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ കുർബാന എന്ന വലിയ രഹസ്യത്തെക്കുറിച്ചാണ്. അതിൻ്റെ ക്ലാസ്സുകളാണ് അച്ഛൻ തുടർന്ന് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങൾ അതിൻ്റെ തുടർച്ച നടക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക. വലിയൊരു വിഷയം വചനമാണ്. അപ്പം വചനമായതുകൊണ്ട് അത് ദീർഘമേറിയൊരു ക്ലാസ്സാണ് പോകുന്നത്. അപ്പോൾ ദിവസങ്ങൾ മുഴുവനും അതിൻ്റെ തുടർച്ച, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ് അച്ഛൻ ഈ ക്ലാസ് എടുക്കുക. അപ്പോൾ അതിനോടേറെ ഭയഭക്തിയോടെ നമുക്കതിൽ പങ്കെടുക്കുകയും ആ വചനം മുഴുവൻ ഹൃദയത്തിൽ നമുക്ക് സംഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ കൊണ്ട് നമുക്ക് നിറയുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നാടുകളിൽ ലോകം മുഴുവനും പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും തിരുസഭയെല്ലാം അനുഭവിക്കുന്ന ഈ സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവ് തരുന്നൊരു കാര്യമുണ്ട്. അതായത് പരിശുദ്ധ കുർബാനയോടുള്ള ബന്ധം ആഴപ്പെടുത്തുക, നന്നായിട്ട് ബലിയർപ്പിക്കുക, ബലിയോട് ചേർന്നിരിക്കുക. എങ്കിൽ ഒരു ദുഷ്ടാരൂപിയും ഒരു കുടുംബത്തെയും തൊടില്ല, നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകില്ല. അതുകൊണ്ടിവിടെ ഏലിയ പ്രവാചകൻ ആ ബലിയർപ്പണം നടത്തുകയാണ്. ആ ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ ജനത്തിൻ്റെ ദൈവവിശ്വാസം മുഴുവൻ തിരികെ ലഭിക്കുന്നത് കാണാൻ പറ്റും. നഷ്ടപ്പെട്ടു പോയ വിശ്വാസം, അതെ, വിശ്വാസം തിരിച്ചു തരുന്നത് നമ്മളല്ല, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു കിട്ടണം. തിരിച്ച് ആർക്കും കൊടുക്കാൻ പറ്റില്ല. നാട്ടിലുള്ളവർക്കോ വീട്ടുകാർക്കോ അച്ഛന്മാർക്കോ പള്ളിക്കാർക്കോ ഇടവക്കാർക്കൊന്നും കൊടുക്കാവുന്ന 10 രൂപ എന്നാൽ വിശ്വാസം പിടിച്ചു കൊടുക്കാൻ പറ്റുന്നൊന്നും ഫെയ്ത്തല്ലത്. ഫെയ്ത്ത് എന്നുള്ള ദൈവത്തിൻ്റെ ദാനമാണത്. 1 കൊറിന്തോസിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, വിശ്വാസം വരവാണത്. വിശ്വാസം വരവാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്ന കൃപയാണത്. ശരിക്കും അതാണ് എഫെസോസ് 2:8, വിശ്വാസം വഴി കൃപ കിട്ടുകയാ. വിശ്വാസം വരവ, ദാനമാണത്. ഇവിടെ കിട്ടുന്നത് ബലിപീഠത്തോടും സഭയോടും അൾത്താരയോടും ചേർന്നിരിക്കുമ്പോൾ നിനക്കിത് കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് നീ ദൂരം പാലിക്കാൻ തുടങ്ങുമ്പോൾ സമയമില്ല എനിക്ക് കുർബാനയ്ക്ക് പോകാൻ, ഇതെനിക്ക് ജോലിയുണ്ട്, ഇതെനിക്ക് ബിസിനസ്സുണ്ട്, ഇത് യാത്രയുണ്ട്, ഇത് ആഘോഷമുണ്ട്, എനിക്കിത് രോഗമാണ്. ഇത് പറയുമ്പോൾ നിന്നെ പിശാച് പിടിച്ചുകൊണ്ട് പോകാൻ പോവുക. ഈ മ്ലേച്ഛ പാപങ്ങളൊക്കെ ഇന്ന് ലോകത്തിൽ വർദ്ധിക്കുന്നതായിട്ട് കേൾക്കുന്നു. വ്യഭിചാരത്തിൻ്റെയും ബ്ലൂ ഫിലിമിൻ്റെയും അശുദ്ധിയുടെയും വേശ്യാലയങ്ങളുടെയും പുറകെ പോകുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്. ജഡിക പാപങ്ങൾക്ക് പെട്ടുപോകുന്നതിൻ്റെ കാരണം ഉറപ്പാണ്, അവൻ്റെ ജീവിതത്തിലെ കർത്താവിൻ്റെ ബലിപീഠം തകർന്നിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ബലിയർപ്പണം അല്ല ബലിപീഠത്തിൽ അവിടെ കാട് കയറിയിട്ടുണ്ട്, അത് അശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. നീ ദൈവത്തിനർപ്പിക്കേണ്ട ബലിപീഠം, ബലിയർപ്പണം, പരിശുദ്ധ കുർബാന, അതിനു വേണ്ട വില നീ കൊടുത്തിട്ടില്ല. അതാണ് തകർച്ചയുടെ കാരണം. നിന്റെ വിശ്വാസം തകരാൻ കാരണം അതാ. അച്ഛൻ്റെ മോൻ്റെ വിശ്വാസം പോയി, മോളുടെ വിശ്വാസം പോയി. ഒറ്റ കാര്യമുള്ളൂ, അപ്പനമ്മയും ആ കുട്ടിക്ക് കൊടുക്കേണ്ടിരുന്നത് ഒരു കർത്താവിൻ്റെ ബലിപീഠമായിരുന്നു കാണിച്ചു കൊടുക്കേണ്ടിരുന്നത്. ജീവിതത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിൻ്റെ വില അറിയത്തില്ല, അതിൻ്റെ ദർശനമില്ല. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അരൂപിയല്ലേ അല്ലേ യോഹന്നാൻ ബൈബിളിൽ കാണാം. മുമ്പ് അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞതുപോലെ, അതായത് യോഹന്നാൻ പറയുന്നുണ്ട്, അത് നമ്മുടെ കർത്താവ്. തിരിച്ചറിയാൻ പറ്റുന്നത് അവന് കൃപയുള്ള വരമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ വരം വേണം, അഭിഷേകം വേണം. അഭിഷേകമില്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ നടുവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു പോയാലും തിരിച്ചറിയാൻ പറ്റില്ല. വരം വേണം. ബുദ്ധി കൊണ്ട് ഒരുപാട് പേര് തിരിച്ചറിയുന്നെന്ന് പറഞ്ഞുണ്ട്. അത് ബുദ്ധി കൊണ്ട് തിരിച്ചറിയുന്നത് ബാലിനെയാ, അല്ലാതെ യഹോവയല്ല. ഒരു പറ്റം ആളുകൾ മുഴുവനും ബാലിൻ്റെ പിന്നാലെ പോയില്ലേ. ഇവിടെ ഇത് ഏലിയ അവർ തിരിച്ചു കൊണ്ടുവരുന്നത് ബലിയിലൂടെയാണ്. വിശ്വാസം തിരിച്ചു കിട്ടി. ശരിക്കും അതാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ മണിക്കൂറിൽ ഒരുപാട് പേര് അവിടെ നിന്ന് ഈശോയെ പരിഹസിക്കുന്നുണ്ട്. അവസാനമാണ് ഈശോയെ
പടയാളി അവൻ കുന്തം കൊണ്ട് കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തുമ്പോൾ അവിടെ ചോരയും ചെല്ലുന്നു. അതവൻ്റെ ഒറ്റക്കണ്ണനായ ലോങ്കിനോസിൻ്റെ കണ്ണുകളിലേക്ക് വീണ് ആ കണ്ണ് തുറക്കപ്പെട്ടു. ഉടനെ അവൻ വിളിച്ച് പറയുന്നുണ്ട്, സത്യമായ ദൈവം. കണ്ടുകൊണ്ടിരുന്ന അനേക ആളുകൾ മാറത്തടിച്ചുകൊണ്ട് കരഞ്ഞുപോയി. സദാദേവൻ വിളിച്ചു പറഞ്ഞു, സത്യവാൻ ദൈവം. ഇതെങ്ങനെ ഇവൻ പൈസ മരിക്കുമ്പോൾ എന്ന് കുറേ പേർ വിശ്വാസം ഒട്ടുമില്ലാതിരുന്ന, ഒരു വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ? കാരണം ആ ബലിയിലൂടെ ചെതറി വീഴുന്ന ചോരത്തുള്ളികൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ അവരിലേക്ക് തൊട്ടു. കുർബാനയിൽ വെറുതെ ഇരുന്നാൽ മതി, ദേവാലയത്തിൽ വെറുതെ ഇരുന്നാൽ മതി. നീ അറിയാതെ തന്നെ നിന്നിലേക്ക് പരിശുദ്ധാത്മാവ് വന്നിട്ട് നിനക്ക് ദൈവവിശ്വാസം എന്ന വലിയ പുണ്യം തരും. ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ തിരുസഭയിലുണ്ട്. ഈ കോടിക്കണക്കിന് ആളുകൾ ബുദ്ധിജീവികളാവട്ടോ, അതിൽ സയൻറ്റിസ്റ്റുകളുണ്ട്, ഡോക്ടേഴ്സുണ്ട്, വലിയ ബിസിനസ്സുകാരുണ്ട്, കോടീശ്വരന്മാർ, പ്രൊഫസേഴ്സുണ്ട്, ഫിലോസഫേഴ്സുണ്ട്, തിയോളജിയൻസുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സഭയിൽ. പല ബുദ്ധിജീവികളും വലിയ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെല്ലാം വിശ്വാസികളാണ്. ഒരിക്കൽ ഞാനൊരു ശുശ്രൂഷയ്ക്ക് പോയപ്പോഴാണ് ഒരു സയൻറ്റിസ്റ്റ്, സാധാരണ സയൻറ്റിസ്റ്റ് ഒന്നുമില്ല, ഇൻ്റർനാഷണൽ സയൻറ്റിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ടൊരു ആളാണ്, പ്രായമുള്ള ആളാണ്, സീനിയർ ആളാണ്. ഒരു 68-70 വയസ്സ് പ്രായമുള്ള ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ആ വ്യക്തി ഞാൻ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളും അടയാളങ്ങളൊക്കെ അടച്ചുണ്ടാകുന്നുണ്ട്. അപ്പം അവർക്ക് ഫെയ്ത്ത് ഭയങ്കര അപ്പനമ്മയും ഒന്നും കൊന്തയിലും പ്രാർത്ഥിക്കുക. സയൻറ്റിസ്റ്റോ ശരിക്ക് ഇതെങ്ങനെ കിട്ടിയത്? പൊരുത്തമില്ലാത്ത രണ്ടല്ലോ. ഒന്ന് റീസണിങ്ങിനെ മാത്രം, ബുദ്ധിയെ മാത്രം ആശ്രയിക്കുന്നവർ. പക്ഷെ ഇവിടെ അതുപോലെ തന്നെ വിശ്വാസം. ഇതെങ്ങനെ കിട്ടി? ദാനമാണിത്, സൗജന്യ ദാനമാണിത്, ദൈവകൃപയാണത്. ആ കൃപ കിട്ടുമ്പോൾ പിന്നെ അവന് പുതിയൊരു വ്യക്തിയായിട്ട് മാറുക. ഈശോ കർത്താവാണ് ഏറ്റുപറ. നമ്മുടെ ആരുടെ കഴിവുണ്ടോ, ആളുകളെ പ്രേരിപ്പിച്ചോ വായിപ്പിച്ചൊന്നുമല്ല, ദാനമാണത്, ദാനമാണത്. കളയരുതെന്ന് പറയാൻ കാരണം, ഇത്ര ശ്രേഷ്ഠമായ നിധിയെ നഷ്ടപ്പെടുത്തിയാൽ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. എൻ്റെ ഉള്ളിൽ നിൻ്റെ ഉള്ളിൽ ആ വിശ്വാസം കടത്തുന്നത് കുർബാന എന്ന രഹസ്യം കിട്ടിയിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വീണ്ടും പരിചരണത്തിൽ വരിക. ഏലിയ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു, അഗ്നി ഇറങ്ങി വരുന്നു, ബലിയർപ്പണം പൂർത്തീകരിക്കപ്പെടുന്നു, അനുഗ്രഹ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. ഇതാണ് ബലിപീഠത്തിൻ്റെ അടുത്തോട് ചേർന്ന് നിന്നാൽ. ഇത് തിരിച്ചറിയാൻ പറ്റട്ടെ നമുക്ക് ഓരോരുത്തർക്കും. ഇന്ന് സഭയ്ക്കെതിരെ ആൻറ്റി കാത്തലിക് ഗ്രൂപ്പുകൾ, ആൻറ്റി ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ കുർബാനയ്ക്കെതിരെ അത് ക്രൂരമായ വലിയ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തും. ലോകത്തിൽ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം എത്ര പവിത്രതയോടും പരിശുദ്ധിയോടും കൂടിയാണ് സാക്ഷ്യപേടകം വഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയത്. നിർമ്മലമായി അവർ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് ലേവ്യർ, പുരോഹിതഗണം സാക്ഷ്യപേടകം കൊണ്ടുപോകും. സാക്ഷ്യപേടകത്തിൻ്റെ ഉള്ളിൽ ആദ്യം വരിക്കുന്ന 10 കൽപ്പനയുടെ കൽപ്പലക, രണ്ടാമത് മന്ന, പരിശുദ്ധ കുർബാന ഒരു പാത്രത്തിൽ എടുത്തു വെച്ച് നമ്മൾ സക്രാരി വെച്ചിരിക്കുന്ന പോലെ. 3 അഹ്റോൻ്റെ തളർത്ത വടി, അഹ്റോൻ്റെ പൗരോഹിത്യത്തിൻ്റെ അടയാളം, അപ്പസ്തോലൻ്റെ അധികാരം, അപ്പസ്തോലന്മാരുടെ കയ്യിലുള്ള വടി, ദൈവിക അധികാരം. ഈ അധികാരത്തിലൂടെ മാത്രമേ പരിശുദ്ധ കുർബാന ഉണ്ടാവുകയുള്ളൂ. അല്ല വേറെ അധികാരം കൊണ്ടൊന്നും കുർബാന ഉണ്ടാകില്ല, കുർബാന ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന വൈദികർ, മെത്രാന്മാർ, അല്ലെങ്കിൽ സഭ അധികാരികൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വൈദികർ ഒത്തിരിയേറെ വിശുദ്ധ ജീവൻ നയിക്കണം സഭ പറയാനുള്ള കാരണം എന്താ? ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്നുള്ള പുണ്യങ്ങൾ സൂക്ഷിച്ച് അതിൽ ജീവിക്കണമെന്ന് പറയാൻ കാരണം അവർ കൈകാര്യം ചെയ്യുന്ന വിശുദ്ധ രഹസ്യങ്ങളുടെ മഹത്വം അറിഞ്ഞതുകൊണ്ടാണ്. വിശുദ്ധ രഹസ്യങ്ങൾ അത്രയേറെ ശ്രേഷ്ഠമായതുകൊണ്ട് ജീവിതം മുഴുവനായിട്ടും കുർബാനയ്ക്ക് സമർപ്പിക്കണമെന്ന് പറയുന്നു. ഇന്ന് അറിവ് കൂടിയെന്ന് പറയുമ്പോൾ തിരിച്ചറിവ് കുറഞ്ഞു. അറിവേ കൂടിയിട്ട് തിരിച്ചറിവില്ല. ഇത് ദുരന്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സകലവിധ മഹാമാരികളും നമ്മൾ വിളിച്ചു വരുത്തും. ഒരപകടം കഴിഞ്ഞുകൊണ്ടൊന്നും ജീവിതത്തിൽ പ്രശ്നം തീരില്ല, അടുത്ത അപകടം വരും. പക്ഷേ ഈ ബലിപീഠം പുതുക്കി പണിയാൻ
ഓരോരുത്തരും, ഓരോ കുടുംബങ്ങളും ഓരോ ജീവിതങ്ങളും തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങും. നഷ്ടപ്പെട്ടു പോയി തിരിച്ചു വരും. ദേശത്ത് മഴ പെയ്യും, സമാധാനത്തിൻ്റെ മഴ, സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ സംഭവം. അടിസ്ഥാന കാരണം ഇവിടെ ഏലിയ പറയുക, കർത്താവിൻ്റെ ബലിപീഠം തകർന്നതാ ഈ നാട്ടിലുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം. നമ്മൾ നോക്കും, അച്ഛോ മുഴുത്ത പള്ളി ഞങ്ങൾക്കുണ്ട്, ഭയങ്കര വിലപിടിപ്പുള്ള, എൻ്റെ അപ്പനാണ് അവിടുത്തെ ബലിപീഠത്തിനുള്ള കാശ് കൊടുത്തത്. 1 കോടി രൂപയൊക്കെ മുടക്കിയുള്ള ബലിപീഠമൊക്കെ, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ 25 ലക്ഷം രൂപയുടെയൊക്കെ ബലിപീഠം, കൊത്തു പണികൾ. അതല്ല അച്ഛൻ ഉദ്ദേശിച്ചത്. ബലിപീഠം വെച്ച് കഴിഞ്ഞാൽ 12 കല്ലുകൾ ചിതറിപ്പോയില്ലേ, ആ 12 അപ്പസ്തോലന്മാരോടുള്ള ബന്ധം, പരസ്പര സ്നേഹം, ഐക്യം, ജീവിതവിശുദ്ധി വേണേ. അവിടെ വെള്ളം ഒഴുക്കുന്നില്ലേ, എന്താ ഈ വെള്ളം എന്താ? കഴുകണം. അതാണല്ലോ യോഹന്നാൻ സുവിശേഷം 13:4 മുതൽ 10 വരെയുള്ള വചനം വായിക്കുമ്പോൾ പത്രോസിൻ്റെ പാദം കഴുകാനായിട്ട് ഈശോ ചെല്ലുന്നുണ്ടല്ലോ. നീ എന്നെ കഴുകാൻ ഞാൻ സമ്മതിക്കില്ല, കർത്താവേ നീ എൻ്റെ പാദം കഴുകുന്ന സമയം ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല, ഇതിൽ പങ്കുണ്ടായിരിക്കില്ല. ശുദ്ധീകരണം നടക്കണം, ജലം ഒഴിച്ച് ശുദ്ധീകരിക്കപ്പെടണം. കല്ലുകൾ ചേർത്ത് വെച്ച് ഭവനം പണിയണം. ബന്ധമുണ്ട്. പരസ്പര വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും ഭിന്നതയിലും ഇരുന്നു കൊണ്ടുള്ള ബലിയർപ്പണം. അതാണ് തകർന്ന ബലിപീഠങ്ങൾ. വൈദികരും ജനവും തമ്മിൽ ഭിന്നിച്ചിരിക്കുമ്പോൾ ബലിയർപ്പണം നടക്കുമ്പോൾ ആ തകർന്ന ബലിപീഠത്തിലാണ് ബലിയർപ്പണം നടക്കുന്നത്. അപ്പനും അമ്മയും മക്കളും തമ്മിൽ ഭിന്നിച്ചും വെറുപ്പിലും പകയിലിരിക്കുമ്പോൾ കുർബാനയ്ക്ക് പോകുമ്പോൾ തകർന്ന ബലിപീഠത്തിലാണ്. ഐക്യമില്ല, സ്നേഹമില്ല. അന്ത്യത്താഴ് വേളയിൽ ഈശോ യൂദാസിൻ്റെ പോലും കാല് കഴുകി ചുംബിക്കുമ്പോൾ പരസ്നേഹത്തിലൂടെയാണ് ഈ ബലിപീഠം ഉണ്ടാകുന്നത്. ഫലസ്നേഹത്തിൻ്റെ ബലിപീഠം. ഭിന്നതയും വിദ്വേഷവും പകയും അശുദ്ധിയും മ്ലേച്ഛതയും കുറിക്കുമ്പോൾ ശരിയാകത്തില്ല. ജീവിത വിശുദ്ധി പാലിക്കേണ്ടതാ. ഞാൻ ക്രിസ്തുവിൻ്റെതാണെന്ന് ഓരോ വ്യക്തിയും പറയേണ്ടതാ. പക്ഷെ അതിന്ന് മാറിപ്പോകുമ്പോൾ അത് അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 29:13 പറയും, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമങ്ങൾ. നല്ല കൃത്യമായിട്ട് പ്രാർത്ഥനയൊക്കെ നല്ല കാണാപ്പാടോ, പാട്ടൊക്കെ നല്ല കാണാപ്പാടാ, അത് ഗംഭീരമായ പാട്ടും നല്ല പരിപാടിയാണ്. പക്ഷെ ഉള്ളിൽ തട്ടിയല്ല, ഇത് ഉള്ളുമായിട്ട് ഒരു പരിപാടിക്ക് വേണ്ടി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊരു വലിയൊരു മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കാം. കർത്താവ് അരുളിച്ചത്, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുക, അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമങ്ങളാണ്. മാനുഷിക നിയമങ്ങളെ ഇവർക്കുള്ളൂ, അല്ല ദൈവിക നിയമം. മാനുഷിക നിയമങ്ങൾ എല്ലാം അറിയാം, ലോകത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ എല്ലാം നിയമം, മാനുഷിക നിയമം. ദൈവിക നിയമം, ഏറ്റവും വലിയ ദൈവിക നിയമം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ കൽപ്പനയാണ് ഈശോയുടെ. അതാണ് കർത്താവ് സ്നേഹത്തിൻ്റെ കൽപ്പന, പരസ്നേഹത്തിൻ്റെ കൽപ്പന. അത് മാറ്റിക്കൊണ്ടുള്ള നമ്മുടെ ആധ്യാത്മിക ജീവിതം നമ്മളെ കൃപയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, വീണ്ടും വചനം പറയുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 64-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 64:1 മുതലുള്ള വചനം വായിക്കുമ്പോൾ, കർത്താവേ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ, അഗ്നിയാൽ വിറകരിയുകയും വെള്ളം തിളക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവിറയ്ക്കട്ടെ, ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടെ നിറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുമ്പിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ ഞങ്ങൾ സ്മരിച്ചുകൊണ്ട്, അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു, വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു, ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുക, ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ ആകാശം പിളർന്ന് ഇറങ്ങി വന്ന്
ഞങ്ങളെ ഇവിടുന്ന് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുകൊണ്ട് ഇവിടെ ബലിപീഠം തകർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തെ വിളിക്കുക, ഉള്ളുരുകി വിളിക്കുക. കർത്താവേ, നീ വന്ന് ഞങ്ങളുടെ കുടുംബം നേരെയാക്കണം. സമാധാനം, സ്നേഹം, ഐക്യം, ബഹുമാനം ഓരോരുത്തർക്കും അർഹതപ്പെട്ടു. മെത്രാന് കൊടുക്കേണ്ടത് അർഹതപ്പെട്ട ആ ഒരു കൃപ കൊടുക്കണം, സ്ഥാനം കൊടുക്കണം. വൈദികന് കൊടുക്കേണ്ട അർഹതപ്പെട്ട, ബലിപീഠത്തിന് കൊടുക്കേണ്ടത്, ഒരപ്പന് കൊടുക്കേണ്ടത് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം, മകന് കൊടുക്കണം, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് കൊടുക്കേണ്ടത്. ഈ ബലിപീഠങ്ങൾ തകർന്നിട്ട് അതാണ് തകർച്ച. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പോയിട്ട് മനഃപ്പാഠമാക്കിയ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക മാത്രമല്ല. ആ ബലി പൂർണ്ണമാകണമെങ്കിൽ ജീവിതത്തിൽ നിനക്കൊരു ജീവിതമുണ്ട്, കർത്താവിൻ്റെ വചനമനുസരിച്ചുള്ള ജീവിതം ഉണ്ടാകണം. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം 5:22 മുതൽ വചനം വായിക്കുമ്പോൾ പറയുന്നുണ്ട്. വലിയ വചനമാണ്. നീ കാഴ്ച അർപ്പിക്കാനായി ബലിപീഠത്തിനരികെ ചെല്ലുമ്പോൾ നിന്റെ സഹോദരനോട് വിദ്വേഷമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനുമായിട്ട് രമ്യപ്പെടുക, എന്നിട്ട് വന്ന് അല്ലെങ്കിൽ ഈ തകർന്ന ബലിപീഠത്തിൽ കടന്ന് ബലിയർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ ബലിപീഠത്തിലൂടെയാണ്. നമുക്കറിയാം, എലിയായെ ദൈവം അഗ്നിരഥത്തിലെടുത്തു. അതൊരു ബലിപീഠം തന്നെയാണ്, അഗ്നിരഥം. അപ്പോൾ സ്വർഗത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബലിയിലൂടെയാണ്. അതുകൊണ്ട് നീ പരിശുദ്ധ കുർബാനയോട്, ബലിപീഠത്തോട്, ബലിയർപ്പണത്തോട് നീ അത്യഗാധമായ ബന്ധം പുലർത്തണം. അത് തകർന്ന് നിൻ്റെ ജീവിതത്തിലെ ദൈവാരാധനയിലുണ്ടാകുന്ന തകർച്ച, ഒരു കുടുംബമോ ഒരു വ്യക്തിയോ തകർന്നതിൻ്റെ കാരണം അവൻ്റെ പ്രാർത്ഥനാ ജീവിതം തകരുന്നതുകൊണ്ടാണ്, അവൻ്റെ ദൈവബന്ധം തകർന്നതുകൊണ്ടാണ്, അവൻ്റെ ബലിയർപ്പണം തകർന്നതുകൊണ്ടാണ്, അവൻ്റെ വിശുദ്ധ ജീവിതം തകർന്നുകൊണ്ട്. അതാണ് അവൻ്റെ മുഴുവൻ തകർച്ചയുടെയും കാരണം. അതാണ് മത്തായി 6:33. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ബാക്കിയുള്ള മുഴുവൻ കൂട്ടിച്ചേർക്കപ്പെടും. ആദ്യം ബലിപീഠം നേരെയാക്കുക. റോമാലേഖനം 12:1-2-3 വചനം പറഞ്ഞു. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കണം. ഇവിടെ എന്താണ് ഈ 12 കല്ലുകളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് പറയുന്ന മറ്റൊരർത്ഥം ഇതാണ്: അനുരഞ്ജനത്തിൻ്റെ കൂദാശ ഉണ്ടാകണം. അനുരഞ്ജന കൂദാശ കഴിഞ്ഞ് ബലിയർപ്പണം. 12 കല്ലും 12 ഇടത്ത്, അപ്പനും മക്കളും എല്ലാം 12 ഇടത്ത്, അമ്മയും അപ്പനും 2 ഇടത്ത്, മക്കളും മാതാപിതാക്കളും 4 ഇടത്ത്, അച്ഛന്മാരും മെത്രാന്മാരും 10 ഇടത്ത്, ദൈവജനവും വൈദികരും 10 ഇടത്ത് ചിതറിക്കിടക്കുക. അങ്ങനെ കിടന്നാൽ അവിടെ ബലിയർപ്പണം പൂർണ്ണമാകില്ല. ഒരുമിക്കണം, കൂട്ടായ്മ ഉണ്ടാകണം, ഐക്യമുണ്ടാകണം. അതിൻ്റെ മുകളിൽ അതാണ് ബലിപീഠം. അതാണ് ആ ബലിപീഠത്തെങ്കിൽ ബലിയർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് സ്വന്തമാക്കാനും അനുഭവിക്കാനും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ വലിയ മാറ്റം, വലിയ മാനസാന്തരം, വലിയ വിടുതലുണ്ടാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അച്ഛൻ നൽകിയ വചനത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അടുത്ത ക്ലാസ് നിങ്ങൾ കേൾക്കണം, കേട്ട് പ്രാർത്ഥിക്കണം. നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, കൈകൾ കൂപ്പി പിടിക്കുക, കണ്ണുകളടച്ച് പിടിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ സമയം ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നു ഈശോയുടെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കും. നമ്മുടെ കാണും ദൈവം, നമ്മുടെ കണ്ണുനീര് കാണും ദൈവം, നമ്മുടെ തകർച്ചകൾ അറിയും ദൈവം. ആ ഉദ്ധിതനായ ഈശോയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. തിബേരിയസ് കടൽ തീരത്ത് പ്രത്യക്ഷപ്പെടുന്ന ഈശോ ആ രാത്രി മുഴുവനും കടലിൽ അധ്വാനിച്ചിട്ട് മനം നൊന്ത് വേദനയോടെ ഒന്നും ലഭിക്കാതെ തിരിച്ചു വരുന്ന അപ്പസ്തോലന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട ഈശോ അവരോട് വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കാൻ ഈശോ. ഇതാ ഇന്ന് സഹനത്തിന്റെയും വേദനയുടെയും നടുവിൽ നടുക്കടലിൽ കഴിയുന്ന കുടുംബങ്ങളോട് ഈശോ പറയുന്നു, ഇതാ ഇന്ന് തന്നെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോവാ. നീ കർത്താവിനെ വിളിക്കാൻ പറയും, ദൈവനാമം വിളിക്കട്ടെ. ഇന്ന് തന്നെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കാൻ പോവാ. പാപബന്ധനങ്ങളും പൈശാചിക പീഡകളും വിട്ടുപോകും. തകർച്ചകളുടെ, വേദനയുടെ, ദാരിദ്ര്യത്തിന്റെ, നൊമ്പരങ്ങളുടെ, കണ്ണുനീരിന്റെ നടുക്കടലിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ സമയത്ത്, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ സമയത്ത് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുള്ള സമയത്ത് സങ്കീർത്തനം 22 പറയുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവടിഞ്ഞു എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ മകന്റെ മകളുടെ അടുക്കൽ ഉദ്ധിതനായ ഈശോ ഈ സമയത്ത് പ്രത്യക്ഷപ്പെടട്ടെ. നീ വിളിച്ച് പ്രാർത്ഥിക്കണം, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, നിന്റെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം, സംഭവിക്കുന്ന വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും.